നമസ്കാരം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ ആദ്യം ഒന്നും വർക്കേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അന്ന് എൻ്റെ ഏറ്റവും വലിയ സംശയമായിരുന്നു, ഇതൊക്കെ സത്യമാണോ, അതേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ചുമ്മാ പറയണതാണോ എന്നൊക്കെ. ഇത് സത്യമാണെങ്കിൽ ഇത് എന്തുകൊണ്ട് എനിക്ക് മാത്രം വർക്കാവാത്തതെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതൊരു കച്ചിത്തുരുമ്പായതുകൊണ്ട് തന്നെ എനിക്കിത് കൈവിട്ട് അങ്ങനെ കളയാനും തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ ജേർണലിങ് ചെയ്യുമായിരുന്നു, ഞാൻ ഇങ്ങനെ എഴുതുമായിരുന്നു, എൻ്റെ മനസ്സിലുള്ളത് എന്തും ഞാനിങ്ങനെ എഴുതുമായിരുന്നു. അതെനിക്ക് വലിയ റിലീഫായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനങ്ങനെ എഴുതുന്നത് കൊണ്ട് തന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ ഫുൾ സംശയങ്ങളും നിരാശകളും ടെൻഷനും ഒക്കെ ആയിരുന്നു. അതായത് ഇപ്പം ഞാൻ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഓരോ ടെക്നിക്കുകൾ യൂസ് ചെയ്യും, കുറേ അഫർമേഷൻസ് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് പറയും. പക്ഷേ ബാക്കിയുള്ള സമയം മൊത്തം ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ ടെൻഷൻസും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഈ എഴുതിയതിൽ കൂടിയാണ് ഞാൻ അതൊന്ന് മനസ്സിലാക്കിയെടുത്തത് എൻ്റെ ജീവിതത്തിൽ. അതാണ് ബ്ലോക്ക് എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ തന്നെയായിരിക്കും മെജോറിറ്റി ആൾക്കാർക്കും ഇതുപോലത്തെ ഓരോ ടെക്നിക്കുകളൊന്നും ജീവിതത്തിൽ ഫലിക്കാതെ വരുന്നത്, റിസൾട്ട് ഉണ്ടാകാതെ വരുന്നതിനുള്ള കാരണം ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എല്ലാവരുടെയും കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഒരു ബ്ലോക്കിൻ്റെ മെയിൻ കാരണം ഇതായിരുന്നു, എൻ്റെ ഉള്ളിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഈ അഫർമേഷൻ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫീലിങ്സിനാണല്ലോ വാല്യൂ വരുന്നത്. അപ്പം ഞാനിങ്ങനെ കുറേ നെഗറ്റീവ് കാര്യങ്ങളായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഉള്ളിൽ എൻ്റെ സബ് കോൺഷ്യസിൽ കടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ സാധനം വർക്ക് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ റിയലൈസ് ചെയ്തതുകൊണ്ട് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന സാധനം പോസിറ്റീവായിട്ടായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഓൾവേസ് വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ മനസ്സ് എങ്ങനെയാണോ, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ, അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ആ നെഗറ്റിവിറ്റീനെ ഞാൻ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് എനിക്ക് പെട്ടെന്ന് ഇന്ന് ഞാൻ ട്രൈ ചെയ്തു, നാളെ എനിക്ക് റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയെന്നൊന്നുമില്ല. എനിക്ക് ഗ്രാജുവലി എൻ്റെ ഒരു കേസിൽ എനിക്ക് പതുക്കെയാണ് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ലൈഫ് ലോങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലായിരുന്നു എനിക്ക് റിസൾട്ട് വന്നതെന്നുള്ളത് എൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ എൻ്റെ ഈ നെഗറ്റിവിറ്റീനെ ഞാൻ പോസിറ്റീവാക്കി എടുക്കാനായിട്ട് ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫർമേഷൻ പറയുന്നത് തന്നെയായിരുന്നു. അതായത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഞാൻ മെയിനായിട്ട് പറഞ്ഞ ഒരു 3 അഫർമേഷനായിരുന്നു. ആദ്യം, ഞാൻ എങ്ങനെയാണോ, എൻ്റെ ജീവിതം എങ്ങനെയാണോ അത് ഞാൻ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. രണ്ടാമത്തേത്, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ എൻ്റെ ജീവിതം പെർഫെക്റ്റ് ആണ്. മൂന്നാമത്തേത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു അപ്പോൾ എനിക്കൊരു നെഗറ്റീവ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ മനസ്സിനോട് ഞാൻ കള്ളം പറയുന്നില്ല, ഇതിൻ്റെ അവസാനം എനിക്ക് അനുകൂലമായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും. അപ്പോൾ ഈ അഫർമേഷൻ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. പക്ഷെ ആദ്യമൊക്കെ ഞാനൊരു മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഫീലിങ്സ് ആയിരുന്നേ, ഒരു ജീവനില്ലാത്ത പോലെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ചേഞ്ച് എനിക്ക് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും എനിക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ സഹായിച്ച മറ്റൊരു കാര്യമായിരുന്നു ഹോപ്പണോപ്പണോ പ്രെയറിൽ ഞാനിങ്ങനെ പറയുമ്പോൾ അതിലും എനിക്ക് ആദ്യം വലിയ ജീവനൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ. പക്ഷെ അതും ഞാനിങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞപ്പം ആ ഒരു 108 തവണ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ഒരു 108 തവണ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര ഫ്രീ ആകും. ഞാനിങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ, ഒന്നും നമ്മുടെ മനസ്സിലില്ലാത്ത പോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഈ ഹോപ്പണോപ്പണോ പ്രെയറാണ് എനിക്ക് രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിനെ ഹീൽ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതം പോവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ തിരിയുമെന്ന്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോഴും, നമുക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ചസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നമുക്ക്
നമ്മൾ ആദ്യം ഈ കുറേ ടെക്നിക്കുകളുടെ പുറകെ, അല്ലെങ്കിൽ 24 മണിക്കൂറും കൊണ്ട് റിസൾട്ട് 12 ഉണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒരു വിഷമത്തിലാണ്, ഇത് എനിക്ക് അതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുവാണെങ്കിൽ ആദ്യം മൈൻഡ് ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ആദ്യം ഞാൻ പറഞ്ഞ അഫർമേഷൻസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുത്തേക്കാം. അഫർമേഷൻസ് ഒരു മിററിൽ നോക്കിയിട്ടോ, മിററിൽ നോക്കാതെ എങ്ങനെയോ നിങ്ങളുടെ സൗകര്യപ്രദം, ഞാൻ മിററിൽ നോക്കിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹോപ്പണോപ്പണോ പ്രെയർ, ഐ എം സോറി, പ്ലീസ് ഫോർ ഗിവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു, അതൊന്ന് പറഞ്ഞു നോക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനം സാധനം ഉണ്ടായി തുടങ്ങും. ഇത് പക്ഷെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളിത് കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണേലും, നമ്മൾ പറയില്ലേ, എങ്ങനെയാണേലും ഏത് സിറ്റുവേഷനിലാണേലും നമ്മൾ അതിനൊരു പോസിറ്റിവിറ്റിയോടെ എന്നല്ല, നമ്മളൊരു ധൈര്യത്തോടു കൂടി ഓക്കെ ഞാനിത് ഫേസ് ചെയ്യുന്നു, ആയിക്കോട്ടെ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നത് നാളെ എൻ്റെ ലൈഫിൽ ബെറ്റർ ആക്കാൻ പാകത്തിനുള്ളൊരു കാര്യമായിരിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് എന്ത് കാര്യത്തിനാണേലും നമ്മുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യാതെ, നമ്മുടെ ശരീരത്തിനെ ഹേർട്ട് ചെയ്യാതെ നമ്മളത് ഓവർകം ചെയ്യും എന്നൊരു ബലം നമ്മുടെ മനസ്സിനുണ്ടാകും. ഒരു അത് നമുക്ക് ഈ കാര്യങ്ങളോട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വേറെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളതിൻ്റെ ബാക്കിയുള്ള ടൈം മുഴുവനും നമ്മളത് നടന്നില്ലെങ്കിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, നമ്മളീ കുറേ കാര്യങ്ങളുടെ പുറകെ പോകുന്നില്ലേ, അതിൽ നിന്ന് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരും. അങ്ങനെ ഡിറ്റാച്ച്മെൻറ്റ് വന്നാൽ എന്തായാലും ഞാൻ ഓക്കെ ആണെന്നൊരു മനസ്ഥിതിയിലേക്ക്, ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വരും. അതായത് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നില്ല, നമ്മൾ തേടി പോകുന്നില്ല, അത് അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ഇങ്ങനെയും ചിന്തിക്കുന്നില്ല. നമുക്ക് അനുകൂലമായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പണത്തിൻ്റെ പുറകെയോ റിലേഷൻഷിപ്പിൻ്റെ പുറകെയോ നമ്മൾ ഓടി പിടിക്കാൻ പോകില്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നോളും. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് 24 മണിക്കൂറും 12 മണിക്കൂറും കൊണ്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ രീതിയിൽ ആദ്യം നമ്മളെ തന്നെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത്, നമ്മളെ തന്നെ ഒന്ന് ഹീൽ ചെയ്ത്, നമ്മളെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു